ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജെംജന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായെത്തുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ രണ്ട് മൂന്ന് കീട്ടുകളിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മുടി ഇങ്ങനെ ബേക്ക് ഇട്ട് വെച്ചിട്ടും മുടി സൈഡിലേക്ക് ഇറക്കി വെച്ചിട്ടും അങ്ങനെയൊക്കെ പല സാധനങ്ങൾ നമ്മൾ കണ്ടു. അതൊക്കെ ഗംഭീരമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ആൻഡ് ഫൈനലി ഇതിന്റെ ടീസർ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഇങ്ങനെ ഏറി കടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്ന് വരും, എപ്പോ വരും, എങ്ങനെ വരുന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് തന്നിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. എനിക്കിത് കണ്ടപ്പോഴേ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് ഇത് കണ്ടു. ഇത് പോസ്റ്റർ തന്നെയാണോ? അത് ഒരു അപ്ഡേറ്റും ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്ന സാധനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. നല്ല സൂപ്പർ ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ അതൊരു ഗെയിമിംഗ് പരിപാടിയാണ് എന്നൊക്കെയാണ് പറയണത്. ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഇതിന്റെ ടീച്ചറൊക്കെ വരുന്നതോട് കൂടി ഭയങ്കര ഹൈപ്പ് കൂടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ ആഗ്രഹത്തിൽ പറയുന്നുണ്ട്, നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇതിന്റെ ടീച്ചറിന് വേണ്ടിയിട്ട്. ടീച്ചർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് വന്നിട്ടുള്ളതും. ടീച്ചർ ഡേറ്റ് ആദ്യം വായിക്കാം. ടീച്ചർ ഫ്രം 15/8/2024 10 AM IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. രാവിലെ 10 മണിക്ക് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേന്റെ അന്ന്, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഈ ടീച്ചറിനും സ്വാതന്ത്ര്യം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറയാലോ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഒന്ന്, മമ്മൂക്ക അറിയാലോ, മമ്മൂട്ടിയാണ് പുതിയ പുതിയ ജോണറാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ചെയ്ത ജോണറല്ല നാളെ ചെയ്യുന്നത്, ഇപ്പൊ ചെയ്ത പടത്തിന്റെ ജോണറല്ല പിറ്റേ പടത്തിന് വരുന്നത്. ഇങ്ങനെ വളരെയധികം ഡിഫറെന്റ് ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലുള്ള പുള്ളിക്കാരനെ ഇങ്ങനെ എൻജോയ് ചെയ്ത് സിനിമയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോണർ വരുന്നത്. അതായത് ഗെയിമിംഗ് ആണെന്ന് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ പുറത്തായിട്ടുള്ളതാണ്. സോ ഡയറക്ടർ പുതിയ ആളാണ് എന്നാണ് അല്ലേ എൻ്റെ ഒരു, അല്ലേ പുതിയ ആൾ തന്നെയല്ലേ? ഡയറക്ടറുടെ പേരെന്തായിരുന്നു? റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡിനോ ഡെന്നിസ്. പുതിയ ആൾ തന്നെയാണ്. ഇതിനു മുമ്പ് എന്തോ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തോ എന്തോ ഒരു സാധനമാണ്, എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും ആദ്യത്തെ സിനിമയാണ്. സോ പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ മമ്മൂക്കേന്റെ ഒരു വട്ട കണ്ണാടി വെച്ചിട്ട്, ഈ കണ്ണാടി എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു കണ്ണാടിയായിരുന്നു ലാലേട്ടന്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുകയും പിന്നീട് ആ കണ്ണാടി വെച്ചിട്ട് വേറെ എന്തൊരു ഫംഗ്ഷന് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു കണ്ണട മുഖത്ത് വെച്ചിട്ടുണ്ട്. മുടി മറ്റേ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടറിയാം. സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാം. പിറകിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ബുള്ളറ്റ് ആണോ ജാഥയാണോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു വണ്ടീന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ആ സാധനം ഇങ്ങനെ വലിച്ചിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് ഈ മുടി ഇങ്ങനെ സൈഡിലേക്ക് ഇറക്കിയിട്ട് കാണാം. സോ അത്തരത്തിലുള്ള ആ ഒരു ലുക്ക് തന്നെയാണ്. രണ്ട് ലുക്കിൽ പുള്ളിക്കാരൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഒരു പിസ്റ്റളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. സത്യം പറയല്ലോ, ഇയാളുടെ ഒരു ഗെറ്റപ്പ് എന്ന് പറയണത് അതിൽ മമ്മൂക്കിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു നടനും ഇന്ന് അങ്ങനെ ഇല്ല. നമുക്ക് ഒറ്റയടിക്കുന്ന അടിച്ചു പറയല്ല, പക്ഷെ ഈ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ പണ്ടത്തെ നടന്മാരെ എടുത്തു പോയി കഴിഞ്ഞപ്പോ മമ്മൂക്ക, ലാലേട്ടൻ പോലും ഇപ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഇനി ഒരു പക്ഷെ തിരിച്ചു വരുമായിരിക്കാം. പക്ഷെ ഗെറ്റപ്പിന്റെ ലുക്കിൽ മമ്മൂക്കിനെ തള്ളിയിടാൻ ഒരു നടനുമില്ല, ഒരു യുവനടനും പോലും ഇല്ല. ഫഹദ് ഫാസിൽ നല്ല ഗെറ്റപ്പിൽ വരാറുണ്ട്, പൃഥ്വി വരാറുണ്ട്, പിന്നെ ജയസൂര്യ വരാറുണ്ട്. പക്ഷെ മമ്മൂക്കേന്റെ അടുത്ത് എത്തൂല മക്കളെ. അമ്മാതിരി വെറൈറ്റി പരിപാടിയും കൊണ്ടാണ് മമ്മൂക്ക വരാറുള്ളത്. ആൻഡ് ഇതിന്റെ ടീച്ചറിന്റെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് സാധനം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാസ് പ്ലസ് അങ്ങനെയുള്ള ഒരു ടീച്ചർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മമ്മൂക്കേന്റെ ലുക്ക് അറിയാലോ, പുള്ളിക്കാരൻ ഇമ്മാതിരി ലുക്കിലൊക്കെ വന്ന് സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഓറ ഉണ്ടല്ലോ അതിന് ചുറ്റും. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് ഈവൻ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ പോലും ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ല. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള. ഇതിലിപ്പോ ഭയങ്കര സ്മോക്ക് ഉള്ള പോലെ പിറകില് ചെറിയൊരു നീല ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്ന സാധനമാണ്. അപ്പൊ എന്തോ ഒരു ഫൈറ്റ് സീക്വൻസിൽ പുള്ളിക്കാരൻ ആരുടെയും നേരെ ചൂണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ 2-3 ഷോട്ട് ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പുള്ളിന്റെ എൻട്രി പോലെ ഒരു പഞ്ച് സാധനം, ഈ നീലയും അതിലിങ്ങനെ പുകയും അതിന്റെ ഇടയിലും നമുക്ക് ഇങ്ങനെ ഫേസ് റിവീൽ ചെയ്ത് വരുന്ന പോലത്തെ ഒരു സാധനമായിരിക്കാം. അതെന്തോ ആകട്ടെ. എന്തായാലും എനിക്ക് ജസ്റ്റ് ഈ ഒരു ലുക്ക് തന്നെ. ഫുള്ളായിട്ട് മമ്മൂട്ടിന്റെ ഫേസ് കാണുന്നില്ല, കുറച്ച് പകുതി കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു കണ്ണും ആ ഒരു നോട്ടവും അത്ര മതി. അത് മതി, അതിനുള്ളതുണ്ട് മമ്മൂക്ക അത്ര കാണിച്ചാൽ തന്നെ അത് ഭയങ്കരമാണ്. ഞാൻ കോട്ടാണ് ഇട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഉള്ളിലൊരു ബനിയനും പുറത്തൊരു പുള്ളി, ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയുള്ള അല്ലെങ്കിൽ ഒരു സിൽവർ പുള്ളിയുള്ള ഒരു കോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ 15-ാം തീയതി 15-ാം തീയതി 13, നാളെ മറ്റന്നാളെ 10 മണിക്ക് രാവിലെ സാധനം കണ്ട് ഇറക്കി വിടും.
കാണുക, ഞെട്ടുക, എൻജോയ് ചെയ്യുക. അങ്ങനെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. എങ്ങാനും ഇന്ന് പോകുമെന്നും പറയാൻ പറ്റൂല. കാരണം വളരെ അത്ര ഹൈപ്പൊന്നും ആക്ച്വലി കൊടുത്തില്ല. പിന്നെ മമ്മൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഒരു വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താലും ആളുകൾ ഇപ്പൊ എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. എന്ത് കൊടുത്താലും എൻജോയ് ചെയ്യും. നമുക്ക് എന്ത് തരുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മൾ. എന്ത് വെറൈറ്റി പുള്ളിക്കാരൻ തരുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. പല നടന്മാർക്കും ഈവൻ ലാലേട്ടനടക്കം അതില്ല. പുള്ളിക്കാരൻ നല്ലൊരു മാസ് സാധനം പഴയ ലാലേട്ടൻ വന്നിരുന്നെങ്കിൽ ഇതാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ മമ്മൂക്കിന്റെ കാര്യത്തിൽ എന്ത് പുതിയത് തരുന്നു എന്നാണ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കാണിച്ചാലും അതിലൊരു വെറൈറ്റി ഉണ്ടെങ്കിൽ, ഒരു പുതുമ ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനത്തെ ഒരു സേഫ് സോണിൽ നമുക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് എത്തിച്ചാണ്. നല്ല രീതിയിലുള്ള സിനിമകൾ തന്ന്, നല്ല ജോണേഴ്സ് തിരഞ്ഞെടുത്ത്, നല്ല കഥകൾ തിരഞ്ഞെടുത്ത് പുള്ളിക്കാരൻ എത്തിച്ചതാണ്. അതിന് നമുക്ക് കൈയടി കൊടുത്തേ പറ്റുള്ളൂ. എന്നാലും ആ ഒരു സേഫ്റ്റി സോണിലാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സാധനമായിരിക്കും. എന്ത് വന്നാലും അതിൽ എന്തൊരു പുതുമ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഡിനോ ഡെന്നിസ് ഈ ഒരു സിനിമയിലൂടെ നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് സംവിധാനമായിട്ടുള്ള ആദ്യത്തെ കാൽ, വലത് കാൽ എടുത്തു വെച്ച് കയറട്ടെ. മമ്മൂക്ക വീണ്ടും ഞെട്ടിക്കട്ടെ.